أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووضعنا عنك وزرك الذي أنقض ظهرك അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ഇൻഷിറാഹിലെ 3-4 വചനങ്ങളാണ് കേട്ടത്. അർത്ഥം: നിന്റെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരുന്ന നിന്റെ ഭാരത്തെ നിന്നിൽ നിന്ന് നാം ഇറക്കി വെക്കുകയും ചെയ്തുവല്ലോ. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകൾക്ക് നൽകിയ വിശദീകരണത്തിൽ നിന്നാണ് കേൾപ്പിക്കുന്നത്. ഹുസൂർ പറയുകയുണ്ടായി, വിജയം കൈവരിക്കുന്നതിന് മനുഷ്യന് ആവശ്യമായ രണ്ടാമത്തെ കാര്യം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കരസ്ഥമാവുക എന്നതാണ്. മനോധൈര്യവും സഹനശക്തിയും വിജയം കൈവരിക്കാൻ അനിവാര്യമാണ്. എന്നാൽ അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് മനുഷ്യന് പ്രവർത്തിക്കുവാനുള്ള മാർഗങ്ങൾ ലഭ്യമാവുക എന്നതാണ്. ഈ ഒരു കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. മുമ്പത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ റബ്ബിശ്റഹ് ലി സ്വദ്രി എന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് അലം നശ്റഹ് ലക സ്വദ്റക്, അതായത് നാം നിന്റെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലേ എന്ന് പറഞ്ഞിരുന്നു. ഈ ആയത്തിൽ വവളഅന അൻക വിസ്റകല്ലദീ അൻഖള ളഹ്റക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മേലുള്ള മറ്റൊരു ഫളീലത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹദ്റത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു, വജ്അൽ ലി വസീറം മിൻ അഹ്ലി, അതായത് അദ്ദേഹത്തിന്റെ ഭാരം ചുമക്കുന്നതിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ നിന്നൊരു സഹായിയെ തന്നാലും എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അഥവാ അദ്ദേഹത്തിന് തന്റെ ഭാരം ചുമക്കുന്നതിന് ഒരു വ്യക്തിയെ ആവശ്യപ്പെടേണ്ടി വന്നു. എന്നാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നാം നിനക്ക് നീ ആവശ്യപ്പെടാതെ തന്നെ നിന്റെ ഭാരം മുഴുവൻ ഇറക്കി വെച്ചു തന്നു. യഥാർത്ഥത്തിൽ നാം നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരാൾക്ക് ഒറ്റക്ക് വഹിക്കാൻ സാധിക്കാത്തത്ര ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മുഴു ലോകത്തെയും സംസ്കരിക്കുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് ഉണ്ടായിരുന്നത്. മുഴു ലോക ജനത്തെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതേപോലെ മുഴു ലോകത്തും നിലവിലുണ്ടായിരുന്ന എല്ലാ തിന്മകളെയും എല്ലാ തരം ന്യൂനതകളെയും എല്ലാം നീക്കം ചെയ്യണമായിരുന്നു, അതെല്ലാം പരിഹരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ഒറ്റക്ക് നിർവഹിക്കുക എന്നത് അസാധ്യമായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് തുടക്കത്തിൽ തന്നെ അള്ളാഹു 5 സഹായികളെയാണ് നൽകിയത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആദ്യത്തെ സഹായി ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ആണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാട് ഇറങ്ങിയപ്പോൾ പരിഭ്രമിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയ സന്ദർഭത്തിൽ ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവിടുകയില്ല. കാരണം താങ്കൾ കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നു, അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരം അവർക്ക് വേണ്ടി ചുമക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുള്ള ഒരാളെ അള്ളാഹു ഒരിക്കലും തന്നെ നശിപ്പിക്കുകയില്ല, അള്ളാഹു താങ്കളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് എന്ന സാന്ത്വന വാക്കുകളാണ് ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. പിന്നീട് അവരുടെ സഹോദരനായ
പണ്ഡിതനായിരുന്ന വർക്ക ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി അവർ പോയി. ആ സന്ദർഭത്തിൽ വർക്ക ഇബ്ൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ ആ സന്ദേശം, അദ്ദേഹത്തിന് ലഭ്യമായ ആ സന്ദേശം അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിച്ച മലക്കും സന്ദേശത്തിനും സമാനമായിട്ടുള്ള സന്ദേശമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വർക്ക ഇബ്ൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് വാദം ഉന്നയിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ അദ്ദേഹം സത്യപ്പെടുത്തുകയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭ്യമായ മൂന്നാമത്തെ ഒരു സഹായി അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രനായിരുന്ന ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. നാലാമതൊരു സഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതന്ത്രനാക്കിയിരുന്ന ഒരു അടിമയായിരുന്ന ഹദ്റത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുകയുണ്ടായി. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അഞ്ചാമതൊരു സഹായി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തായിരുന്ന ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള വെളിപാട് ലഭ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞതായി കേട്ടപ്പോൾ മറ്റൊന്നും അന്വേഷിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയൊരു വാദം താങ്കൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി അള്ളാഹു ശക്തരായ സഹായികളെ നൽകുകയുണ്ടായി. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.